കൊച്ചിയിൽ കോൺഗ്രസിൻ്റെ മഹാപഞ്ചായത്ത് നടക്കുന്നു. മഹാപഞ്ചായത്തിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവം മൂലമാണ് താൻ ഇനി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിലൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് തരൂർ തീരുമാനിച്ചത്. തരൂരിനെ സംബന്ധിച്ച് തീർച്ചയായും ഹൈക്കമാൻഡ് യോഗത്തിനാണ് പോകേണ്ടത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി, തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണം, ആരുടെയൊക്കെ പിന്തുണ തേടണം എന്നൊക്കെ ഉറപ്പാക്കുന്ന എന്തെല്ലാം തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ അത്യുന്നത ബോഡി ഇന്ന് ചേരുമ്പോൾ ആ യോഗത്തിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല എന്ന് തരൂർ തീരുമാനിച്ചു. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഈ പറഞ്ഞ പോലെ ആസാമിലെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന ഹിമന്ത രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നു. രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നപ്പോൾ ഇയാൾ ഒരുപാട് നേരം ഹിമന്തയെ പുറത്ത് നിർത്തി കാണാൻ സമ്മതിച്ചില്ല. അവസാനം അദ്ദേഹം അകത്തേക്ക് കയറിയപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പട്ടി വന്ന് ബിസ്ക്കറ്റ് ഇരിക്കുന്ന പാത്രത്തിൽ നിന്ന് ബിസ്ക്കറ്റ് നക്കി തിന്നുന്നുണ്ടായിരുന്നു. അതിലൊരു ബിസ്ക്കറ്റ് എടുത്ത്, പട്ടി നക്കിയ ബിസ്ക്കറ്റ് എടുത്ത് ഹിമന്തയ്ക്ക് കൊടുത്തു. ഹിമന്ത അന്ന് വിട്ടതാണ് പാർട്ടി. അന്ന് പാർട്ടി വിട്ടു എന്ന് മാത്രമല്ല, BJP ചേർന്നു. BJPയുടെ സംസ്ഥാന മുഖ്യമന്ത്രിയായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ട് വരും. രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയനായ BJPയുടെയും നരേന്ദ്രമോദിയുടെയും ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന മുഖ്യമന്ത്രിയായിട്ട്, നേതാവായിട്ട് ഹിമന്ത ബിശ്വ വളർന്നു. ദേശീയ നേതാവായിട്ട് മാറി. ഭാവി പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റിൽ പോലും ഉൾപ്പെടുന്ന ആളായിട്ട് ഹിമന്ത മാറി. രാഹുൽ ഗാന്ധി അപമാനിച്ചു വിട്ടതാണ്. അതിന് സമാനമായ അപമാനം തനിക്ക് നേരിട്ടിരിക്കുന്നു എന്നാണ് തരൂർ പറയുന്നത്. തരൂർ നോക്കൂ, ഇങ്ങനെയൊക്കെ വാർത്തകളൊക്കെ വന്നപ്പോഴും, കോൺഗ്രസ് വിടുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നപ്പോഴും തരൂർ കോൺഗ്രസിൻ്റെ വയനാട്ടിലെ കോടിക്കണക്കിന് രൂപ മുടക്കി കോൺഗ്രസിൻ്റെ പ്രവർത്തക യോഗം വിളിച്ചപ്പോൾ അതിൽ തരൂർ പങ്കെടുത്തു എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്, അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നൊക്കെ പ്രസംഗിക്കുകയും ചെയ്തു.